നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഈ ലോകത്ത് ഒന്നുമില്ല. ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്, ഓഡിയോ ഒരു ചെറിയ മോട്ടിവേഷനാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ടൈലറിങ്ങിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിൽ ഒരാളുടെ വീഡിയോ കണ്ടത്, പേരും ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവർ പറയുന്നത് അവർ വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ യൂട്യൂബിൽ തയ്ക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് തയ്യൽ പഠിച്ചത്. അതെന്നെ വല്ലാതെ നല്ല രീതിയിലൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കേട്ടോ. കാരണം നമ്മളൊക്കെ വിചാരിക്കും യൂട്യൂബിൽ നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, നമുക്കിതൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന്. പക്ഷേ അവരുടെ വീഡിയോയിൽ നിങ്ങൾ കാണുവാണെങ്കിൽ അവർ നല്ല രീതിയിൽ തയ്ക്കുന്നുണ്ട്, എന്ത് രസമായിട്ടാണ് തയ്ക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് ടൈലറിങ് പോലും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഒരു താല്പര്യം മാത്രമാണ്. എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമേ ഇല്ല. യൂട്യൂബ് ഓൺ ചെയ്യുക, അവരെങ്ങനെയാണ് തയ്ക്കാൻ പഠിപ്പിക്കുന്നത് അതൊക്കെ ബേസിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ടി വേറെ മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പഴയ നൈറ്റിയോ അല്ലെങ്കിൽ പഴയ സാരിയോ അതൊക്കെ യൂസ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് പൈസയും ലാഭിക്കാം. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിൽ ഒത്തിരി പേർക്ക് എന്താ പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ മോള് ഡിപ്പെൻഡ് ആയിരിക്കും, പൈസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് പൈസ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും യൂട്യൂബ് കാണാറുണ്ട്, നമ്മുടെ കയ്യിൽ ഇച്ചിരിയെങ്കിലും തുണി കാണും. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിലും തന്നെ തയ്യൽ പഠിക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ മിഷ്യനൊന്നും ഇല്ലയെന്ന് വിചാരിച്ചോ, ഇപ്പം മിഷ്യൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ആരുടെ മുകളിൽ ഡിപ്പെൻഡ് ആവാൻ വയ്യ. നമുക്ക് സ്വന്തം പൈസ കൊണ്ട് വാങ്ങണം എന്ന് വാശിയൊക്കെ ആണെങ്കിൽ, വാശിയല്ല, അതൊരു ആഗ്രഹം തന്നെ എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ പറയും, നിങ്ങളുടെ ഭർത്താവ് എന്ത് നല്ല ജോലിക്കാരനാണ്, നിങ്ങൾ പിന്നെയും എന്തിനാ ജോലിക്ക് പോകുന്നതെന്നൊക്കെ ചോദിക്കുക. അങ്ങനെയല്ല, ഇത് വാശിയോ അഹങ്കാരമോ അതൊന്നുമല്ല. നമ്മുടെ ഒരു ആഗ്രഹം, നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ കൊണ്ട് ഒരു ചെറിയ ആഗ്രഹം പോലും നടക്കുവാണെങ്കിൽ അതിൻ്റെ സന്തോഷം തന്നെ വേറെയാണല്ലേ. അപ്പം നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഒരു ചെറിയ ജോലി ആയിക്കോട്ടെ, അത് ചെയ്തിട്ട് കിട്ടുന്ന ഒരു പൈസ, അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തയ്യൽ മെഷീൻ ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് സൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കുക, കട്ടിങ് പഠിക്കുക. അതേപോലെ തന്നെ മിഷൻ ഇല്ലെങ്കിൽ എന്താ, വെറുതെ നമ്മൾ ഒന്ന് തയ്ച്ച് പഠിക്കുകയാണെങ്കിൽ കൈ കൊണ്ട് ആദ്യം തയ്ച്ച് പഠിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മെഷറിങ്ങും കട്ടിങ്ങും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കൈകൊണ്ട് തയ്ച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ പെർഫെക്റ്റ് ആയെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഹസ്ബൻഡിനോടോ ഒന്ന് പറയാം, നമുക്ക് എന്തെങ്കിലും ഒരു തയ്യൽ മെഷീനൊക്കെ മേടിത്തരാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തയ്യൽ തുടങ്ങാമല്ലോ. അപ്പോൾ അത് ഒരു നല്ല കാര്യമല്ലേ. അത് മാത്രമല്ല, തയ്യൽ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ യൂട്യൂബിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽഡ് നമ്മളൊന്ന് തപ്പി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ കുറേയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഇൻട്രസ്റ്റ് മാത്രമാണ്. നമുക്ക് ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഹെൽത്ത് ശരിയല്ല, നമ്മൾ വണ്ണം കുറയ്ക്കണം. വണ്ണം കുറയ്ക്കണമെങ്കിൽ എപ്പോഴും കട്ടിലിരുന്ന് തിന്നുകൊണ്ടോ അല്ലെങ്കിൽ എപ്പോഴും ഇരുന്ന് വിഷമിച്ചുകൊണ്ടോ എനിക്ക് വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ വണ്ണം കുറയില്ലല്ലോ. എനിക്ക് ഹെൽത്തി ആവണം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആവില്ലല്ലോ. ഇപ്പം നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കില്ല, സമയത്തിന് ഉറങ്ങില്ല, പിന്നെ ഇല്ലാത്ത സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ വല്ലതും നടക്കുമോ? ഇല്ല. അതിനുവേണ്ടി നമ്മൾ മുൻകൈ എടുക്കണം. പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് പോകണം. അതിനുവേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ രാവിലെ പെട്ടെന്ന് എണീറ്റിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് എക്സസൈസ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈമിന് ഉറങ്ങി, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ വണ്ണം കുറയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് എൻ്റെ കൈയാണ് കേട്ടോ. എൻ്റെ ഈ കൈ ഒരു 13 വർഷമായി കൈ സുഖമില്ല കേട്ടോ. അപ്പോൾ പിന്നെയും കൈ സുഖമില്ലെങ്കിലും ദൈവത്തിനോട് എന്നും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എന്നും എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി പേടിയാണ്, ദൈവം ഒന്നും പറ്റില്ല. കാരണം നമുക്ക് കൈക്കൊക്കെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് പെയിനാണ്, നന്നായിട്ട് പെയിനൊക്കെ ആയിരിക്കും, വെയിനൊക്കെ നന്നായിട്ട് വീങ്ങും. പക്ഷെ പിന്നെയും ഞാൻ എല്ലാം ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവല്ലേ. നമുക്ക് പറ്റുന്ന കാര്യം പറ്റുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. ഇനി നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കല്ലേ. ഇനി സമയമില്ല, ഇപ്പം തന്നെ അങ്ങ് തുടങ്ങ്. എന്തെങ്കിലും ആയിക്കോട്ടെ, യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതെ ആ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എന്തിനാണ് തീരുമാനിക്കുന്നത്? അങ്ങനെ ചെയ്യല്ലേ കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തേ പറ്റൂ, ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് താല്പര്യമാണ് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ കുക്കിംഗ് ആണ് താല്പര്യം, കേക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുക്കീസ് ഉണ്ടാക്കാം,
ഐസ്ക്രീം ഉണ്ടാക്കാം. ഇപ്പോൾ ഹോം മെയ്ഡായിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. ഇപ്പോൾ എത്രയോ ആൾക്കാർ ഈ സ്നാക്സൊക്കെ വീട്ടിലുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കടയിൽ നിന്ന് വാങ്ങുന്നു. നിങ്ങളുടെ തൊട്ടപ്പുറത്ത് എത്രയോ ആൾക്കാർക്ക് സ്നാക്സ് വേണമായിരിക്കും. നിങ്ങൾക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്തൂടെ? നന്നായിട്ട് മുറുക്കോ അല്ലെങ്കിൽ കേക്കോ കുക്കീസോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? ആദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ആദ്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇച്ചിരി ഐറ്റം ഉണ്ടാക്കിയിട്ട് തൊട്ടപ്പുറത്ത് ഇച്ചിരി ലൈറ്റായിട്ടൊന്ന് കൊടുത്തു നോക്കൂ. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ വില വെച്ച് വിൽക്കാതെ ഇച്ചിരി വില കുറച്ചിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. തൊട്ടപ്പുറത്തെ ഒരു ഫ്ലാറ്റിലൊക്കെ അവരുടെ നമ്പർ എടുത്തിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും. നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടും. അപ്പോൾ ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ മതി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം. കാരണം ഇങ്ങനെ വെറുതെ ഇരിക്കുവാണെങ്കിൽ സ്ട്രെസ്സും അസുഖവും അല്ലാതെ വേറെ ഒന്നും നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. ഇനി എത്ര കാലം ഇത് തന്നെ ആലോചിച്ച് നിങ്ങളുടെ സ്വന്തം ശരീരം കേടാക്കുന്നത്? ഇനിയെങ്കിലും സമയമായില്ലേ? ഒന്ന് എണീറ്റിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യൂ. മൊബൈൽ കണ്ടോളൂ, കാണണ്ട എന്ന് പറയുന്നില്ല. യൂട്യൂബ് കണ്ടോളൂ, പക്ഷെ അതിനൊരു പ്രത്യേക ടൈം വയ്ക്കുക. ഒരു അരമണിക്കൂർ മതി. അതിക്കാട്ടി കൂടുതൽ വേണ്ട. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ടേയിരിക്കൂ. നമ്മുടെ വീട്ടിലെ പണിയൊന്നും നടക്കൂല, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവത്തില്ല. നമ്മളെ ഒന്ന് പുഷ് ചെയ്തേ പറ്റൂ. ഇനിയെങ്കിലും ഒന്ന് എണീറ്റ് നമ്മുടെ സ്വന്തം കാര്യം ചെയ്യാൻ നോക്കണം. ഇനി നമുക്ക് പറ്റത്തില്ല. നാളെ എന്ന് പറഞ്ഞൊരു സമയമില്ല. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. കബീർ പണ്ടൊരു ദോഹ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. കൽ കരേസോ ആജ് കരേസോ അബ് പൽമേ പർലേ ഹുയേഗി ബഹുരി കരോഗെ കബ്. ഇന്നത്തെ കാര്യം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ ഇപ്പം തന്നെ ചെയ്യുക. നാളെ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് എപ്പോഴാണ് നടക്കുന്നതെന്നും അറിയില്ല. സോ ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീഡിയോ ഇച്ചിരി വൈകി, വേറൊന്നുമല്ല, സത്യം പറയാമല്ലോ. എനിക്കിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഇടയ്ക്ക് സഡനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ആവാറുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ യൂട്യൂബിൽ വന്നിട്ട് ഒരു 8 വർഷം കഴിഞ്ഞു. സോ സഡനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രസ് ആവാറുണ്ട്. അപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുക്കും, പിന്നെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ബ്രേക്ക് എടുക്കും, അങ്ങനെയൊക്കെ ആയി. അപ്പം ഞാൻ നിങ്ങളെയും കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഞാനും സ്വയം മോട്ടിവേറ്റ് ആവുകയാണ്. നിങ്ങളും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്കും അതൊരു മോട്ടിവേഷനാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ എനിക്ക് ആ സബ്സ്ക്രൈബ് ബട്ടണോ അല്ലെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോഴല്ലേ എനിക്കും ഒരു എനർജി കിട്ടത്തുള്ളൂ, ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് ഇനി കാണാം. അപ്പോഴേക്ക് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശരി, ബൈ.